ഹായ്, ഇന്നത്തെ എൻ്റെ പരിപാടി ചക്കയട ഉണ്ടാക്കലായിരുന്നു. അപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെയുള്ള വരിക്ക ചക്കപ്പഴം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ 2 ദിവസമായി ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ട്. ഞാൻ കുക്കറിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് നന്നായിട്ട് വരട്ടിയെടുത്തു. അത് കഴിഞ്ഞ് അത് വരട്ടി വെച്ചായിരുന്നു 2 ദിവസം മുന്നേ. ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ അതിനകത്ത് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ടിട്ട് ഞാനത് ചെയ്യണമെന്ന് വെച്ചാൽ ശകലം നെയ്യിൽ വറക്കും. കാരണം ഇച്ചിരി നെയ്യിൽ വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും കൊത്ത് കടിച്ച് തിന്നുമ്പോൾ. പച്ചയ്ക്ക് തേങ്ങ കൊത്തിയിട്ടാലും മതി കേട്ടോ, വറക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ വെറുതെ ഒരു രസത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനെപ്പോഴും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിടും. അപ്പോഴാണ് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവും. പിന്നെ ഈ ചക്ക വരട്ടിയത് കുറച്ച് ചക്ക വരട്ടിയതും അത്ര മാത്രം അരിപ്പൊടിയും ചേർത്താൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്താൽ മതി. പൊടി അധികമായി കഴിഞ്ഞാൽ അട ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഞാൻ എന്നിട്ട് അത് കുഴച്ച് എടനയിലാണ് ഉണ്ടാക്കണത്. പറമ്പിൽ മഴയൊക്കെ പെയ്ത കാരണം എടന വേണ്ടത് കിളിർത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ എടനയിലയിൽ ഞാൻ അട ഉണ്ടാക്കി അടുപ്പത്ത് വെക്കാൻ വെച്ചു. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആവും. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അട വെന്തോന്ന് നോക്കാം. അട 15 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തെ അമ്മണി ഉണ്ട് ഇവിടെ. അമ്മണിക്ക് കൊടുത്തു നോക്കാം. അമ്മണിയാണ് എൻ്റെ പരീക്ഷണ വസ്തു. അമ്മണിക്ക് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അമ്മണി പറയും സൂപ്പറാ സിന്ധുമ്മ എന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് കൊടുത്തു നോക്കട്ടെ കേട്ടോ. അപ്പോൾ അമ്മണിക്കൊന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അമ്മണി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? എന്നാൽ കഴിച്ചാൽ മണി.